നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എന്തെങ്കിലും ഒരു പ്രയാസമുണ്ടായാൽ, ഒരു പ്രതിസന്ധി ഉണ്ടായാൽ, ഒരു പ്രശ്നമുണ്ടായാൽ ഖാല, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയും, ലാ ഇലാഹ ഇല്ലല്ലാഹുൽ ഹലീമുൽ അളീം, മഹത്വമേറിയ സഹനശീലനായ അല്ലാഹു സുബ്ഹാനഹു വതആല, അവനല്ലാതെ ആരാധ്യനില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ അർശിൽ കരീം, മാന്യതയേറിയ സിംഹാസനത്തിന്റെ ഉടമസ്ഥനായ രക്ഷിതാവായ അല്ലാഹു അല്ലാതെ ആരാധ്യനില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ അർശിൽ അളീം, മഹത്വമേറിയ സിംഹാസനത്തിന്റെ ഉടമസ്ഥനായ അല്ലാഹു അല്ലാതെ വേറെ ആരാധ്യനില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുസ് സമാവാതി വറബ്ബുൽ അർദി വറബ്ബുൽ അർശിൽ കരീം, ആകാശങ്ങളുടെയും ഭൂമിയുടെയും മാന്യതയേറിയ സിംഹാസനത്തിന്റെയും ഉടമസ്ഥനായ അല്ലാഹു അല്ലാതെ വേറെ ആരാധ്യനില്ല. സുമ്മ യദുഉ, എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കും. ഇങ്ങനെ അല്ലാഹുവിന്റെ അസ്മാഉകളും അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ സിഫാത്തുകളെയും മുൻനിർത്തി തവസ്സുലാക്കി ഈ ദിക്റുകൾ ചൊല്ലിയതിനു ശേഷം പിന്നെ നമുക്ക് ആവശ്യമുള്ളതൊക്കെ പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകപ്പെടും. ശ്രദ്ധിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എന്തെങ്കിലും ഒരു പ്രയാസമുണ്ടായാൽ, ഒരു പ്രതിസന്ധി ഉണ്ടായാൽ